കേസ് പീഡി അറിയുന്നത്, അതായത് എസ്പെഷ്യലി ഞാൻ അറിയുന്നത് ഒരു അരമണിക്കൂർ മുന്നേ. സാറേ ഇത് പ്രശ്നമോ സാറേ? സാറിന്റെ പെർമിഷൻ ഇല്ലാതെ ഇവിടെ ഇനോഗ്രേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കണം സാറേ. ഞാൻ ഒരു കാര്യം പറയട്ടെ ഭരത് സാറേ, നിങ്ങളെ നേരത്തെ അറിയിച്ചാൽ നിങ്ങൾ നേരത്തെ വന്നാൽ ഇതിന്റെ ചുറ്റുപാടൊക്കെ നിങ്ങൾ എൻക്വയറി ചെയ്ത് ഓരോന്നൊക്കെ കണ്ടുപിടിക്കൂലേ? അതിന്റെ പേടിയുണ്ട് സാറേ. ഭരത് സാർ ഒന്ന് വരുമോ? എനിക്കൊരു പേഴ്സണൽ ആയിട്ട് കാര്യം പറയാം. അപ്പൊ വന്നേ കീരി വന്നേ, ജോക്കി വന്നേ. അല്ല വേറെ ആൾക്കാരുണ്ടല്ലോ. ഭരത് സാറേ, ഇങ്ങോട്ട് വരണ്ട, ഞാൻ വന്നേക്കാം. ഭരത് സാറേ, ഞങ്ങള് പീഡിയിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. എടാ സാറിന്റെ പേരെന്തായിരുന്നു? ബാല കല്യാണി സാർ. ബാല കല്യാണി സാറിനോട് ചോദിച്ചാൽ കേസിന്റെ അപ്ഡേറ്റുകളൊക്കെ തരും സാർ. ഇത് ഈ ഒരു സ്കൂളിനെതിരെ ഞങ്ങളൊരു കേസ് കൊടുത്തിട്ടുണ്ട് സാർ. എന്തായിരുന്നു വാസുവിന്റെ കേസ്? കാരണം ഈ സ്കൂളിനെതിരെ എന്റെ കയ്യിൽ തന്നെ ഒരു 4-5 ഉണ്ട് കേസ് ഓൾറെഡി. ഒന്നാമത്തെ കാര്യം സാർ, എന്റെ സമ്മതം ഇല്ലാതെ എന്റെ പേര് ഉപയോഗിച്ച് ഇതിന്റെ മുമ്പിൽ സാർ അനധികൃതമായിട്ട് ബസ് സ്റ്റോപ്പ്, സർക്കാരിന്റെ ഇതില് ബസ് സ്റ്റോപ്പ് പണിതിട്ടുണ്ട്. ഒന്ന്. ഓക്കെ, അത് ആക്ച്വലി അവര് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, എന്നോട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവര് പെർമിഷൻ എടുത്തു എന്നാണ് എന്നോട് പറഞ്ഞത്. പ്രശ്നമുണ്ട് സാറേ. ഒന്നും ഇല്ല സാർ. ആ സ്ഥലം എന്റെ അപ്പൂപ്പന്റെ പേര് ഇരിക്കുന്ന സ്ഥലമാണ് സാറേ. എന്റെ അപ്പൂപ്പന്റെ മറ്റേ രാജാ രഘുവർമ്മ ദാനമായിട്ട് കൊടുത്ത സ്ഥലമാണ്. അവിടെ കൂടെ സ്കൂൾ വെക്കുന്ന സാറേ അവര്. സോമശേഖരന്റെ. സാറേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിന്റെ ആധാരം നമ്മുടെ ഉണ്ട്. നാളെ ഞങ്ങൾ സ്റ്റേഷനിൽ ഞാനും അപ്പാപ്പനും ജോക്കിയും കൂടെ വന്ന് നാളെ സ്റ്റേഷനിൽ വന്ന് സബ്മിറ്റ് ചെയ്യും. ഓക്കെ, അത് ഞങ്ങൾക്ക് പ്രൂഫ് കിട്ടിക്കഴിഞ്ഞാൽ അത്ര നല്ലതാണ്. കാരണം ഞങ്ങൾ ചോദിച്ച സമയത്തെ അവര് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിന്റെ പേപ്പേഴ്സ് മറ്റു കാര്യങ്ങളും ചോദിച്ചായിരുന്നു. അപ്പൊ മറ്റേ മിസ്റ്റർ എക്സിന്റെ ഇതുണ്ടല്ലോ, ഓതറൈസേഷന് വേണ്ടി അവരിത് വേറൊരിടത്ത് കൊടുത്തൊക്കെയാണ് കൊണ്ടെത്തിക്കാമെന്ന രീതിയിലാണ് പറഞ്ഞിരുന്നത്. ഇല്ല സാർ, ജൂൺ 1-ാം തീയതി ഇനാഗ്രേഷൻ നടന്നു വന്ന സ്കൂളാണ് ഇന്ന് നടന്നത്. ആധാരം നമ്മുടെ ഉണ്ട് സാറേ. അതുകൊണ്ടല്ലേ ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് നമ്മൾ വന്ന് പറയണം സാറേ. ഓക്കെ. കാരണം നമ്മള് ഇത് സ്കൂളല്ലേ, സിറ്റിക്ക് ആവശ്യമല്ലേ, കാരണം കുറെ കുട്ടികളുള്ളതല്ലേ എന്ന് കരുതിയാണ് ഇത്രയും കേസസ് വന്നിട്ടും ഞങ്ങൾ അതൊരു ന്യൂട്രൽ ലെവലിലാണ് ഇത്രയും ദിവസം പൊക്കിക്കൊണ്ടിരുന്നത്. ആക്ച്വലി വേറെ വാണിംഗ് ഒന്നും കൊടുക്കാതെ, കാരണം ഇവര് ജൂൺ 1-ന് സ്കൂൾ തുറക്കാമെന്നൊരു വാഗ്ദാനം തന്നു. ആലോചിച്ച് നോക്കിയേ സാറേ, ഞാൻ ഒറ്റ കാര്യം സാർ ചുമ്മാ ഒന്ന് ചിന്തിച്ചാൽ സാറിന് മനസ്സിലാവും സാറേ. ഇത് ഇത്രയും കൊച്ചു പിള്ളേരുള്ള സ്കൂള് സാർ, തൊട്ടപ്പുറത്ത് എന്തുവാ? വെള്ളം സാറേ, തൊട്ടപ്പുറത്ത് വെള്ളമാണ് സാറേ. ഈ കണ്ണ് തെറ്റി ഈ പിള്ളേർ ആരെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങി ആ സൈഡിലോട്ട് നിന്ന് വെള്ളത്തിൽ വീണ് എന്തെങ്കിലും സംഭവിച്ചു പോയാ എന്ത് ചെയ്യും സാറേ? സാറേ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ? ഓക്കെ സാറേ, ഒരു വിദ്യാലയം തുടങ്ങാനായിട്ട് ആ വിദ്യാലയം തുടങ്ങുന്ന ആൾക്ക് ബേസിക് ഒരു ഡിഗ്രി എങ്കിലും വേണം, അല്ലെങ്കിൽ 10ാം ക്ലാസ് എങ്കിലും പഠിച്ചിരിക്കണം സാർ. സ്കൂളിനകത്ത് തുറന്നു കഴിഞ്ഞാൽ കൊരങ്ങൻ, കൊക്ക്, ഹിമക്കരടി സുഖമായിട്ടാണ് പ്രഖ്യാപിച്ചുകൂടെ? എന്താണ് സ്കൂൾ നടത്തുന്നത്? കൊക്കാണ് അവിടുത്തെ കുക്കെന്നാണ് അവര് പറയണത്. കൊക്കാണ് അവിടുത്തെ കുക്ക്. കൊക്ക അതാരാ പറഞ്ഞേ? എലിയാണോ പറഞ്ഞത്? കുക്ക്. പിന്നെ ചിമ്പാൻസി, ചിമ്പുവാണ് അവിടുത്തെ മാനേജർ. സാറേ ഈ സാമ്പാർ വല്ലതും വെക്കും, കൊക്ക അതിൽ വീണു പോയാലേ? അല്ല, എന്നോട് എനിക്ക് ജോക്കി അപ്പ എനിക്ക് തന്ന റിപ്പോർട്ടിനകത്ത് അവിടുത്തെ 4 പേരാണ് അതിന്റെ ഇൻചാർജ് ആയിട്ട് പറഞ്ഞേക്കുന്നത്. ജോണി, രണ്ടാമത്തത് എലി, പിന്നെ ഒന്ന് അലീന. ഓക്കെ, പിന്നെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, പുള്ളിക്കാരത്തിയെ ഇവിടുന്ന് റോസ്ലിൻ എന്ന് വിളിക്കുകയായിരുന്നു. പുള്ളിക്കാരത്തി ഒരു കേസിൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്തു. റോസ്ലിന്റെ കേസ് എന്ന് പറഞ്ഞാൽ ഒരു ഇതായിരുന്നു, അസോൾട്ട് ആയിരുന്നു. പുള്ളിക്കാരത്തിയും പുള്ളിക്കാരത്തിന്റെ കൂടെ ഉള്ള ആളുകളും കൂടെ ചേർന്ന് വെടിവെപ്പ് മറ്റു കാര്യങ്ങളൊക്കെ നടത്തിയതിൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്തതിനു ശേഷം, ഇവിടെ റിപ്പോർട്ട് ചെയ്തതിനു ശേഷം അവരെ ഇവരുടെ ടീമിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു ചെയ്തത്. സാറേ ഞാനൊരു കാര്യം പറയട്ടെ സാറേ? പല കാര്യങ്ങളും നടക്കുന്നുണ്ട് സാറേ. ഇൻസ്പെക്ഷൻ നടത്തിയായിരുന്നു, ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കുറെ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. സാറേ ഒരു കാര്യം പറയട്ടെ? സാറേ, ബാലകല്യാണി സാറിന്റെ അടുത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. നാളെ ഞാൻ എന്തായാലും കളക്ട് ചെയ്യാം. വന്നിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസും കൂടെ ഞങ്ങൾ തരും സാറേ. ഓക്കെ വാസു, ഓക്കെ. അല്ല ഞാൻ അതാരാ കൊഞ്ചുന്നുണ്ടല്ലോ സാറേ? ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ മുതുക്കനൊക്കെ ഇവിടെ വന്ന് കിടന്ന് കൊഞ്ചുന്നുണ്ടോ? മക്കളെ ഒന്നങ്ങോട്ട്. ഓക്കെ, കൊഞ്ചുന്നവനങ്ങ് ഇത് പോയില്ലേ? അത് പോയില്ല, വട്ടം കറങ്ങുന്നു. കുട്ടൂസ ഒന്ന് അങ്ങോട്ട് പോയേ.
തലകറക്കിക്കുമല്ലോ ഇവൻ. അവൻ ജോക്കി വിഷം പോയാൻ തോന്നുന്നു പാവം. കാരണം ജോക്കി ഇവിടെ ഈ ഒരു ഇനാഗുറേഷൻ ഞങ്ങൾ നേരത്തെ ഇൻഫോം ചെയ്തിരുന്നെങ്കിലും ഞങ്ങൾ അതിനുള്ള സെക്യൂരിറ്റി മെഷേഴ്സ് ഇവിടെ എടുത്തിരുന്നേ. ഓക്കെ, ഇവിടെ ഞാൻ കരുതുന്നത് നമുക്കിവിടെ ഒരു ഇവന്റ് മാനേജ്മെന്റ് ഉണ്ട് സിറ്റിക്കകത്ത് തന്നെ, എസ്കോർപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ കരുതി അവരാണ് ഇതിന്റെ ഇൻചാർജ്. എസ്കോർപ്പ് എന്ന് പറഞ്ഞൊരു അപ്പൊ ഞാൻ അവരോട് ചോദിക്കാന്ന് കരുതി നിന്നപ്പോഴത്തേക്ക് അവരുമല്ല ഇതിന്റെ ഇൻചാർജ്. സോ ഇതൊരു ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്കൂളിലുള്ളവര് മാത്രമായിട്ട് അങ്ങ് നടത്തിയതാണ് ഇനി. ഓക്കെ, വേറെ ആരെയും പെർമിഷൻ എടുത്തിട്ടില്ല. പിന്നെ ഇങ്ങനെ ചീഫ് ഗസ്റ്റുകളൊക്കെ വിളിക്കുന്നു, ഞങ്ങളായിട്ട് കയറി ഒരു പ്രശ്നം ഉണ്ടാക്കി ഒരു സ്കൂളിന്റെ ഇത് കളയണ്ട എന്ന് കരുതിക്കൊണ്ടാണ്, അതിന്റെ ഇമേജ് താർക്കണ്ടെന്ന് കരുതിക്കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ആക്ഷൻ എടുക്കാത്തത് ആക്ച്വലി. ഓക്കെ, ഇത് നടക്കട്ടെ, ഇതിന്റെ ഫ്ലോ എല്ലാം നടക്കട്ടെ, കഴിഞ്ഞ ശേഷം വലിയ ഞങ്ങൾ വിളിപ്പിക്കാമെന്നുള്ള മെത്തേഡിലാണ്. ഹലോ, ആരുമില്ല. മനെ വിഷമമായോ നിനക്ക്? ചുമ്മാ കളിയാക്കണം. അപ്പൊ അവരോട് പറഞ്ഞ അമ്മായിന്റെ ഷട്ടിയൊക്കെ ഗ്യാങ് ഹൗസിൽ നിന്ന് എടുത്തോണ്ട് പോയി. അങ്ങനെ ആയിരിക്കും അതിന് നോക്കി നടത്താൻ. അതിപ്പോ നമുക്കിപ്പോ സ്ഥലം നമ്മുടെ ആണല്ലോ സാർ. അപ്പൊ പിന്നെ അതിനെയാണ് നോക്കി നടത്താൻ പറ്റുന്ന ഒരാളെ. ഓക്കെ, നിങ്ങൾ നിയമിക്കുന്ന ആള് ആരുടെ പേരിലാണോ ഈ സ്ഥലം, ആരുടെ അവകാശത്തിലുള്ളതാണോ, സോ അവര് പറയുന്ന ആളുകളായിരിക്കും. സ്ഥലം മറ്റേ നമ്മുടെ സോമശേഖരന്റെ മറ്റേ അപ്പാപ്പന്റെ പുള്ളി പറഞ്ഞല്ലേ, എന്തായാലും അതിന്റെ എവിഡൻസ് മറ്റും കൊണ്ടുവരട്ടെ. അത് എന്തായാലും കൊണ്ടുവരുമല്ലോ. വാസുവിന്റെ കയ്യിലുള്ളത് മറ്റു പേപ്പേഴ്സ് മറ്റു കാര്യങ്ങൾ അതുപോലെ കൊണ്ടുവരട്ടെ. എന്നാലും നമുക്കത് വിളിപ്പിക്കാം വലിയ. കാരണം ഇത് കുറെ ആയി, എനിക്ക് ഇതുവരെ ഇവിടുത്തെ റിക്രൂട്ട്മെന്റ് ലിസ്റ്റ് വന്നിട്ടില്ല, ആരൊക്കെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഇത് വേറെ ഇല്ലീഗൽ സ്ഥാപനം. കാരണം ഇന്നാളെ ഒന്ന് പറയുന്നു ഈ സൂര്യബോസിനെ സ്ഥിരം പുള്ളിയാ ഞങ്ങളുടെ. അതെ, ഇല്ലീഗൽ സാധനം വെച്ചിട്ടല്ലേ. ഞാൻ കാര്യം പറയട്ടെ, ഈശ്വര പ്രാർത്ഥന പാടാൻ പറഞ്ഞപ്പോ അവിടെ മറ്റേ ശുക്ലാമത്തിന് ഹോമം ചോദിച്ചോണ്ടാണ് വിളിക്കുന്നത്. ഇങ്ങനത്തെ ലീഡറൊക്കെ പഠിക്കുന്ന സ്കൂളിൽ പിള്ളേരൊക്കെ എങ്ങനെ പഠിപ്പിക്കും? രണ്ട് വ്യക്തികൾ എന്നാണ് ഞാൻ അറിഞ്ഞത്. കൊക്കിന്റെ പൂടെ വീണാലോ? കൊക്ക്, ചിമ്പാൻസി, ഇതൊക്കെയാണ് ഈ ഹിമക്കരടി, ഇതൊക്കെയാണ് ഈ സ്കൂള് ഭരിക്കുന്നത്. ഇവിടൊക്കെ എങ്ങനെ എന്ത് നമ്പി പിള്ളേരെ വിടും? അതൊക്കെ ബുദ്ധിമുട്ടാണ് സാറേ. സ്കൂളായിട്ട് സ്പീഡ് ബ്രേക്കർ പോലുമല്ലോ സാറേ. ആരൊക്കെ ഫൈറ്റ് ചെയ്തില്ലേലും ഈ പിള്ളേർക്ക് വേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്യും സാറേ, ഉറപ്പാണ്. അത് നമുക്ക് എന്തായാലും അത് തീരുമാനിക്കാം. മറ്റേ കുട്ടൂസിന്റെ എന്തായി? പുള്ളി പെട്ടെന്ന് ഒരു കൊച്ചുകുട്ടിയുടെ ഇതാണ് മനസ്സാണ്. കൊച്ചുകുട്ടി സാറല്ലേ സാറേ വഴക്ക് പറഞ്ഞത്? സാർ ഓടിച്ചു വിട്ടിട്ട് ഈ ഭരത് സാർ പണ്ടേ ഇങ്ങനെയാണ്, ആള് കുറച്ച് കർക്കശക്കാരനാണ്. അഡ്മിഷൻ ഞാൻ വാങ്ങിച്ചു. ഇതാണ് മിസ് എന്ന് പറഞ്ഞത്. 4000 രൂപയുടെ അല്ലേ? ആ ജോക്കർ ബ്രോ, താങ്ക് യു സോ മച്ച് ബ്രോ. ഞാൻ കൊല്ലൂല. നിന്റെ വായിക്കാത്ത അറിയാമോ സൂര്യബോസ്? മോൻ എന്താ അഡ്മിഷൻ കിട്ടാൻ സ്കൂളില്? അവരിത് ഈ കാര്യം സത്യസന്ധമായിട്ട് പറഞ്ഞു കാണും. അല്ല, ഞാൻ സ്കൂളിൽ അഡ്മിഷൻ ചോദിക്കാൻ പോയപ്പോഴത്തേക്കും അവിടെ ഉള്ള ഒരാളെ അടുത്ത് ഒരു ചെടി പോലെ ഒരു സാധനം തന്നിട്ട് പറഞ്ഞ് ഇത് കൊണ്ട് മുതുക്കിന്ന് മേടിച്ചോണ്ട് ഇങ്ങ് കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ ചോദിച്ചാൽ അതെനിക്ക് അറിഞ്ഞൂടാ. ഒരു ചെടിച്ചട്ടിയിൽ ഒരു ചെടിയെ കൊല്ലൊരു സാധനം. സാറേ അത് അൽഷിമേഴ്സിന്റെ പ്രശ്നമാണോട്ടെ. ഞാൻ നട്ടില്ല. എന്റെ അടുത്ത് മുടുക്കിന് ഇങ്ങ് കൊണ്ട് തരാമെന്ന് ചോദിച്ചു. വെയിറ്റ് ആയിരുന്നു, എനിക്ക് എടുക്കാൻ പറ്റാത്തോണ്ട് പറ്റൂല. ഓക്കെ, അന്ന് ഇവിടെ കുറെ സാധനങ്ങൾ ഞങ്ങൾ ഇവിടെ നിന്ന് സീസ് ചെയ്ത് എടുത്തായിരുന്നു. അതെ സ്നൈപ്പ് ഉണ്ടായിരുന്നല്ലോ ഒന്ന് പറയും പോലെ. എനിക്ക് ലാസ്റ്റ് ആഴ്ച 13 ലാസ്റ്റ് ആഴ്ച അല്ലേ? ലാസ്റ്റ് ആഴ്ച അല്ല, എനിക്ക് 13 വയസ്സിലൊരു ആക്സിഡന്റ് ഉണ്ടായി. അതിനുശേഷം എനിക്കുള്ളത് ഇടയ്ക്കിടയ്ക്ക് മരുന്ന് പോകും. മനസ്സിലായോ ജോക്കി? അവൻ ആ 13 വയസ്സ് വരെയുള്ള കാര്യങ്ങളെ ഓർമ്മയുള്ളൂ. എന്നെ ഞാൻ മുടുക്കി നിന്ന് കറങ്ങിക്കൊണ്ടിരുന്നപ്പോ 2 ചേട്ടന്മാര് ബൈക്കിൽ ഇട്ടുകൊണ്ട് പോയിട്ട് തള്ളി. അപ്പൊ 10-26 വയസ്സുണ്ട് നിനക്ക്. കളിയാക്കല് ഒരു കുട്ടിയാണ്, ഒരു കുഞ്ഞാണ് അവൻ. ഒരു കുഞ്ഞാണ്. ക്യാരക്ടർ ചെയ്യണാണോ എനിക്ക് അറിഞ്ഞൂടാ കേട്ടാ. അതറിഞ്ഞൂടാ, ക്യാരക്ടർ അങ്ങനെ ചെയ്യണാണോ എനിക്ക്, ഞാൻ അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. എനിക്ക് അറിഞ്ഞൂടാ അവൻ ക്യാരക്ടർ അങ്ങനെയാണ് ചെയ്യണമെന്നാ തോന്നുന്നേ. ക്യാരക്ടർ അങ്ങനെയാണോ തോന്നുന്നേ, ഈ ക്യാരക്ടർ ഇങ്ങനെ കളിക്കണമെന്നാ തോന്നുന്നേ. ഇതിന്റെ ഒരു ഇൻചാർജ് ആണ് കേട്ടോ. ആക്ച്വലി ഇതിന്റെ കാര്യങ്ങൾ പുള്ളി ഫുള്ള് ടേക്ക് കെയർ. പക്ഷെ സാറേ, പുള്ളി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാറേ ഒരു സത്യം തുറന്നു പറയട്ടെ സാറേ,
പുള്ളിക്ക് ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ പുള്ളി എന്ത് ചെയ്യാനാ, ഈ ബന്ധങ്ങൾക്ക് വില കൊടുക്കുന്നതുകൊണ്ട് മാത്രം പുള്ളി പലതും കടിച്ചമർത്തുന്നതാണ് സാറേ. സാർ ഒന്ന് നല്ല രീതിയിലൊന്ന് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പുള്ളി ഉള്ള സത്യങ്ങളൊക്കെ പറയും. അതൊരു സുഹൃത്തെന്ന നിലയിൽ ചോദിച്ചാൽ, ഒരു പീഡി എന്ന നിലയിൽ ചോദിക്കരുത്. ഓജിയാണ് 10 വയസ്സാണെന്ന്. കാരണം ഇവിടെ നമ്മള് മദാര ഒരു രണ്ട് നമ്മുടെ ഈ സ്കൂൾ ഇനാഗുറേറ്റ് ചെയ്യുന്നതിന് കുറച്ച് ദിവസം മുന്നേ എനിക്ക് തോന്നുന്നു കണ്ണാപ്പി മദാര അല്ലേ കൊണ്ടുവന്നേ, വന്നപ്പോഴത്തേക്ക് സ്കൂളിന്റെ എടാ ശരിക്കും അവൻ അങ്ങനെയാണോ ക്യാരക്ടർ ചെയ്യണാണോ അതോ ചെറിയ ചെക്കനാണോ? ഞാനങ്ങ് വിശ്വസിച്ചു പോയിടാ പാവം. അതാ ഞാൻ അവരുടെ അടുത്ത് സെന്റിയൊക്കെ അടിച്ചു പോയി പാവം. പാവം തോന്നി കൊച്ചുകളിയാന്ന് പറഞ്ഞപ്പോ. ഞാൻ കാര്യം ചോദിച്ചോട്ടെ, ഇത് ശരിക്കും കൊച്ചാണോ? കൊച്ചു ശരിക്കും കൊച്ചാണോ? ശരിക്കും കൊച്ചാ. നാളെ അകത്ത് പോയി, നാളെ പോലീസ് വരും. ജോക്കിയെ പോസ്കോയ്ക്ക് പിടിച്ചേ. പിടിച്ചാൽ അറിയാം, ഇതും പേടിക്കണം. എന്തേലൊക്കെ മേടിച്ചു കൊടുക്കാന്ന് പറയില്ലേ? വല്ല മുട്ടായോ വല്ല ഐസ്ക്രീമോ വല്ല കൊടുത്തു ഒതുക്ക്. കുട്ടൂസിന്റെ ഐഡിയ അങ്ങോട്ട് പറഞ്ഞാട്ട്. എല്ലാം കൊണ്ടുവന്ന് അവന് ഫുഡ് വേണോ? ഫുഡ് എന്തെങ്കിലും വേണോ? ഞാൻ കുണാഫ വന്നിട്ടുണ്ട്. കുണാഫ ജോക്കി ആ സ്കൂളിൽ നിന്ന് ഗുണാഫയാണോ? വല്ല ഫുഡ് പോയിസണും ഒക്കെ നമ്മളെ തലയിലാവേ. എടാ മോനെ പേരെന്തുവാ? ജോക്കി, ഞാൻ ഈ പറയുന്ന 3 ഫുഡുകള് കൊടുക്കരുത്. ഒന്ന് ചോക്ലേറ്റ് കുണാഫ, ഒന്ന് കിടക്കാച്ചി വെള്ളം, പിന്നെ ഒരു ഡയറി സംതിങ്. ഇത് മാത്രം ചെയ്തോണ്ടിരുന്നത്. വെള്ളത്തിൽ എന്തോ ഉണ്ട്. ഒന്നുമില്ലല്ലോ അതില്. ഐഡിയ പറയാൻ തരാം. സീനൊന്നുമില്ല കേട്ടാ, ഞാനിപ്പോ ടെസ്റ്റ് ചെയ്തു, ഒരു കുഴപ്പമില്ല. കാഷ്ടിക്കുന്ന ഞാൻ കണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും വയറുവേന വരുന്നത്. കൊക്ക് കാഷ്ടിക്കുന്ന ഞാൻ കണ്ടായിരുന്നു ആ വെള്ളം. സ്വയംഭല്ലേ? വാസു, ഞാനൊരു കാര്യം പറയട്ടെ മോനെ, മോന്റെ മുടി ജന്മന ചുമന്നതാണോ അതോ കളർ അടിച്ചാണോ? മോന്റെ മുടി ജന്മന ചുവപ്പാണോ അതോ കളർ അടിച്ചാണോ? എന്താ കൊടുത്തവന്? അവിടെ ഇനി അധികം നേരം അകത്ത് പോവേ. ഒരു വണ്ടി ആരെങ്കിലും ഒപ്പിച്ചു തരും, ഒരു വണ്ടി. ഫുഡില്ലാത്തോണ്ട് ഞാൻ മഷ്റൂം എടുത്ത് കൊടുത്തത്. രീതിയായിട്ട് നിപ്പുണ്ട് അവിടെ. കറങ്ങട്ടെ കുറച്ചേരം. എന്റെ വാസു, നീ അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്ക്. അവന്റെ അച്ഛനെ പിടികിട്ടും. ആരെയാണ്? ആ ചെറുക്കനെ നോക്കട്ടെ. സൂക്ഷിച്ചു നോക്ക്. നമ്മുടെ കൂട്ടത്തിലുള്ള തന്ത ഇപ്പോഴും ബാലറില്ല. ഇപ്പോഴും നോക്ക് മോനെ. ഇപ്പോഴും മാർഷൽ പിടിച്ചിരിക്കുക. കുട്ടൂസ ഒറ്റ ചോദ്യം. കുട്ടൂസ ഒറ്റ ചോദ്യം. മോനെ, ഇത് ഒറിജിനൽ ചുമപ്പ് മുടിയാണോ അതോ മുടി കളർ അടിച്ചാണോ? നോക്കി. എന്റെ സാമാനത്തിന്റെ കളർ അല്ല മോനെ, മുടി. തലയിലെ മുടിയുടെ കളർ അടിച്ചാണോ? ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞത് തന്നെയല്ലേ. എന്തോ കൊടുത്തവര് ചെക്ക് ചെയ്ത പണി കിട്ടും. വാസു, മെന്നിയുടെ ലുക്ക് ഇല്ലേ അവന്? ജോക്കി സത്യമായിട്ടും ഒരു വണ്ടി എടുക്കുവാരില്ല. നമുക്ക് ഇവിടെ അങ്ങോട്ട് മാറാവാ. എടാ നമ്മുടെ വണ്ടി വിളിച്ചേ. വേല വിളിച്ചോക്കാം. കളവൻ. ഹലോ.